വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ തേജസ്വിനി അവിടെ കൊണ്ടുവന്ന കാര്യമൊക്കെ ശാലിനി അവിടെ നിന്ന് ഓർക്കുകയാണ്. അതേസമയം വിഷ്ണു വീണ്ടും ആ ഹാളിലേക്ക് കടക്കുകയാണ്. അന്നേരം വിഷ്ണു വാതിൽക്ക് നിൽക്കുമ്പോൾ തന്നെ ശാലിനി അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വിഷ്ണുവിൻ്റെ നെഞ്ചിങ്ങനെ അങ്ങോട്ട് തുടിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആ മാലയിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട്. ആകെ സങ്കടപ്പെട്ട് വിഷ്ണു നിൽക്കുകയാണ്. നോക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ തേജസ്വിനിയായിട്ട് കാര്യമൊക്കെ പറയുന്നു. അവിടെ പ്രസംഗമൊക്കെ അരങ്ങേറുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ നിസ്സഹായമായ അവസ്ഥ കാണുമ്പോൾ, സങ്കടപ്പെട്ടുള്ള അവസ്ഥ കാണുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. പക്ഷേ ശാലിനി വിഷ്ണുവിനാണെങ്കിൽ മുഖം കൊടുക്കുന്നില്ല. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഇതേസമയം അവിടെ സത്യഭാമയാണെങ്കിൽ തേജസ്വിനിയായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇനി കുട്ടികളുടെ കലാപരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് സത്യയെയും പത്മിനിയെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. കലക്കൻ ഡാൻസാണ് എന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ദേ ആ നിൽക്കുന്നത് എൻ്റെ കൊച്ചുമകളാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം തേജസ്വിനി മനഃപൂർവ്വം ചോദിക്കുന്നുണ്ട്, ആര്, സത്യഭാമയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല, മറ്റേ കുട്ടി പത്മിനി എന്ന് പറയുകയാണ്. അന്നേരം മറ്റേ കുട്ടി, അപ്പോൾ ഞാൻ വിചാരിച്ചു പേര് കേട്ടപ്പോൾ അതായിരിക്കുമെന്ന്, അത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പേര് യാദൃച്ഛികമായിട്ട് വന്നതേ ഉള്ളൂ, പപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്, സ്കൂളിൽ ഒരുമിച്ചാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അച്ഛനെ അമ്മയൊക്കെ, ആ കുട്ടിയുടെ അച്ഛനെ അമ്മയൊക്കെ അറിയാമോ എന്നൊക്കെ തേജസ്വിനി അങ്ങോട്ട് കാര്യം തിരക്കുകയാണ്. അന്നേരം കണ്ടിട്ടൊന്നുമില്ല, ഏതോ വലിയ ഓഫീസറാണെന്നാണ് പറയുന്നത് എന്നേ അറിയത്തുള്ളൂ, അമ്മയും മോളുമാണ് ഇവിടെ, അച്ഛനും പിന്നെ അമ്മൂമ്മയും ഒക്കെ വിദേശത്താണ്, എന്തായാലും സത്യയുടെ അമ്മ നല്ല മിടുക്കിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അമ്മായിയമ്മയുടെ പേര്, അമ്മായിയമ്മയെ തന്നെ ആട്ടി ഓടിക്കാനാണ് നോക്കുന്നത്, എന്നിട്ടല്ലേ കുഞ്ഞിന് പേരിടുന്നത്, എന്തായാലും മിടുക്കിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ശാലിനിയെ കുറിച്ച് ആണ് ഭാമ അവിടെ സംസാരിക്കുന്നത്. പക്ഷേ ഭാമയ്ക്ക് അറിയില്ല, ശാലിനിയാണെന്നുള്ള അറിയില്ല. പക്ഷേ സത്യയുടെ അമ്മയെ പുകഴ്ത്തിയാണ് ഭാമയങ്ങ് സംസാരിക്കുന്നത്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, അവരെ നേരിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ ഭാമ പറയുകയാണ്. തുടർന്ന് പിന്നെ അവരെ നമുക്ക് ഒരുമിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. തേജസ്വിനി ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, ആര് എന്ന് ചോദിക്കുമ്പോൾ അല്ല, സത്യയുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നുണ്ട്. അന്നേരം അവർ വിദേശത്താണെന്ന്, രണ്ടിടത്താണെന്നേ ഉള്ളൂ, പിണക്കമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം അല്ല, ഞാനൊരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് വെച്ച് ഈ സത്യയുടെ അമ്മയെ കണ്ടിരുന്നു, അന്നേ മോളും ഉണ്ടായിരുന്നു, അന്ന് ഞാനൊരു കൗതുകത്തിന് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അപ്പോൾ അച്ഛനെക്കുറിച്ച് തിരക്കിയപ്പോൾ അവർക്ക് എന്തോ വലിയ സങ്കടമായിട്ടാണ് തോന്നിയതെന്ന്. അന്നേരം അതിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അവരുടെ കാര്യത്തിൽ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അല്ല, സത്യയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് സത്യഭാമ ചുറ്റും നോക്കുകയാണ്. അന്നേരം ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ തേജസ്വിനി ആണെങ്കിൽ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ശാലിനി ഇരുന്ന ആ സ്ഥലത്തേക്ക് നോക്കുകയാണ്. പക്ഷേ അതിനിടകം ആ കുട്ടികളുടെ ഡാൻസ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്ക് ശാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞിരുന്നു. അതിനു മുമ്പേ ശാലിനി വന്നിരിക്കുമ്പോൾ തന്നെ മോളുടേത് നല്ല മനസ്സാണെന്ന് പറഞ്ഞ് തേജസ്സിനെ കൈ ഇങ്ങനെ സത്യഭാമ പിടിക്കുന്നുണ്ട്. അന്നേരം തേജസ്സിനെ ഇങ്ങനെ ശാലിനിയെ തിരിഞ്ഞ് നോക്കുകയാണ്. ഇത് നിനക്കുള്ള അഭിനന്ദനമാണ്, എനിക്കുള്ളതല്ല എന്നൊക്കെ തേജസ്സിനെ അവിടെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് തേജസ്സിനെ നോക്കുമ്പോൾ ശാലിനിയെ കാണുന്നില്ല. തുടർന്ന് മോളെ ഇരിക്കുന്നത് ഡാൻസ് കാണാം എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ തേജസ്സിനെ പിടിച്ചങ്ങിരുത്തുകയാണ്. തുടർന്ന് പത്മിനിയുടെയും സത്യയുടെയും ഡാൻസ് അവിടെ തകർക്കുകയാണ്. എല്ലാവരും അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഈ സത്യയെക്കുറിച്ചും സത്യയുടെ അച്ഛനെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നതും തേജസ്സിന് ചോദിക്കുന്നതും ഒക്കെ ശ്യാമ അടുത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. ഇതേസമയം ഇവരുടെ ഡാൻസ് അവിടെ തകർക്കുകയാണ്. തുടർന്ന് വിഷ്ണു വന്ന് വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ശാലിനിയും വന്ന് നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരുടെയും ഡാൻസ്, രണ്ടുപേരുടെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. രണ്ട് മക്കൾ ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിട്ട് അവസാനം വലിയൊരു കൈയടിയോടുകൂടി ഡാൻസ് അവിടെ അവസാനിക്കുകയാണ്. അത്രയും നേരവും വിഷ്ണു സങ്കടത്തോടെയാണ് നോക്കിക്കൊണ്ട് നിന്നെങ്കിലും കുട്ടികളുടെ ഡാൻസ് കാണുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിന് ചെറുതായിട്ട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഡാൻസ് തീരുമ്പോൾ നന്നായിട്ട് കൈയടിക്കുകയൊക്കെ ചെയ്യുകയാണ് വിഷ്ണു അവിടെ. അതേപോലെ തന്നെ രാഘവൻ നായരും പിള്ളയും പൊന്നിയും പിന്നെ കമലനും ഭാമയും തേജസ്വിനിയും എല്ലാവരും അങ്ങ് സന്തോഷത്തിലാണ് കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ടിട്ട്. തുടർന്ന് ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആങ്കർ കുട്ടി പറയുകയാണ്, ഇനി പപ്പിയും സത്യമോളുമാണെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെക്കുറിച്ച് 2 വാക്ക് പറയും എന്ന് പറഞ്ഞിട്ട് ആദ്യം പപ്പിയുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയാണ് പറഞ്ഞോളാനായിട്ട്. തുടർന്ന് പപ്പി പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, അച്ഛനെയും അമ്മയും ആൻറ്റിയും അങ്കിളിനെയും എല്ലാവരെയും ഇഷ്ടമാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ പുറകെ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും, കഴിച്ചോ കുളിച്ചോ എല്ലാം ചോദിക്കും. അച്ഛമ്മയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിത്തരും, പറയുന്നതിന് മുന്നേ വാങ്ങിത്തരും എന്നൊക്കെ
പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് എൻ്റെ അമ്മയാണ് എന്നെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതി തരുന്നതും പുറകെ നടന്ന് ആഹാരം തരുന്നതും എല്ലാം അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ ശ്യാമയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇവരെല്ലാവരെയും എനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ വിഷ്ണു അച്ഛനെയാണ്, എൻ്റെ വല്യച്ഛനെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങാകെ സന്തോഷമാവുകയാണ്. ശാലിനിക്കും അത് കേൾക്കുമ്പോൾ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. വിഷ്ണു അച്ഛനാണെങ്കിൽ കൂടെ കിടത്തി ഉറക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയും വലുതാണെന്നറിയാമോ? എൻ്റെ വിഷ്ണു അച്ഛൻ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ആരെയും പാടില്ല, ഹീസ് മൈ റിയൽ ഹീറോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ദൂരെ നിൽക്കുകയാണല്ലോ. വിഷ്ണുവിന് നേരെ ഇങ്ങനെ തമ്പ് കാണിക്കുകയാണ്. അന്നേരമാണ് വിഷ്ണുവിനെ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിന് ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുകയാണ്. വിഷ്ണു അതേപോലെ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പപ്പിമോളുടെ സംസാരത്തിൽ വിഷ്ണുവിന് ആകെ സന്തോഷമാവുകയും കണ്ണൊക്കെ അങ്ങ് നിറയുകയാണ്. തുടർന്ന് എല്ലാവരും ചേർന്ന് വിഷ്ണുവിന് എന്ന പോലെ അങ്ങ് കൈയടിക്കുകയാണ്. വിഷ്ണുവും കൂടെ ചേർന്നങ്ങ് കൈയടിക്കുന്നുണ്ട്. തുടർന്ന് മൈക്ക് സത്യമോളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സത്യമോൾക്ക് ഇഷ്ടമുള്ള ആളിനെ കുറിച്ച് അങ്ങോട്ട് പറയാനായിട്ട്. തുടർന്ന് പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാം ചെയ്തു തരുന്നത്, കുളിപ്പിക്കുന്നതും കണ്ണെഴുതുന്നതും പൊട്ട് തൊടിയിക്കുന്നതും ഭക്ഷണം വാരി തരുന്നതും ഒക്കെ. എൻ്റെ അമ്മ വലിയ തിരക്കുള്ള ഒരു ഓഫീസറാണ്, പക്ഷേ എന്നും എന്നെ സ്കൂളിൽ കൊണ്ടാക്കും, തിരിച്ചും വിളിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ അമ്മയാണ്. പിന്നീട് എനിക്ക് അസുഖം വന്നാൽ എനിക്ക് മരുന്ന് തന്നു ഉറക്കം വിളിച്ച് എൻ്റെ അസുഖം മാറുന്നവരെ കൂടെ ഇരിക്കും. അതുകൊണ്ട് എൻ്റെ അമ്മയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നിർത്തി സത്യം പറയുകയാണ്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ ഇഷ്ടം വേറൊരാളെ, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളെയാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം അമ്മയാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് ശാലിനി അങ്ങ് കരയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് ഓർമ്മയിൽ പോലും എനിക്ക് കണ്ടിട്ടില്ലാത്ത എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം. അമ്മ ഇതെല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഇതൊക്കെ അച്ഛൻ ചെയ്തു തരുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അച്ഛൻ ഇതൊക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ, സ്വപ്നത്തിലാണെന്നേ ഉള്ളൂ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ അച്ഛനെ കാണും എന്നൊക്കെ കുഞ്ഞങ്ങ് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് സങ്കടമാവുകയാണ്. സത്യഭാമയ്ക്കും തേജസ്വിനിക്കും വിഷ്ണുവിനും കമലനും രാഘവൻ നായർക്കും പിള്ളയ്ക്കും പൊന്നിക്കും ശ്യാമയ്ക്കും ഒക്കെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. അതെന്ന് പറയുന്നുണ്ട്, അമ്മയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നല്ല, എന്നാലും അച്ഛൻ ചെയ്തു തരുന്നതും എനിക്ക് ഇഷ്ടമാണ്. അച്ഛൻ എനിക്കിതൊക്കെ ഒരിക്കൽ ചെയ്തു തരും, ഒരിക്കൽ ഞാൻ എൻ്റെ അച്ഛനെ കാണും, ലവ് യു അമ്മ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ആ കുഞ്ഞ് സങ്കടത്തോടു കൂടിയാണ് ഇതെല്ലാം പറയുന്നത്. അന്നേരം എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. വിഷ്ണുവിനൊക്കെ അങ്ങ് സങ്കടമാവുകയാണ്. ശാലിനിക്ക് അങ്ങ് ആകെ സങ്കടം നെഞ്ചു പൊട്ടുന്ന പോലെ ശാലിനി അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് എല്ലാവരും അങ്ങ് കൈയടിക്കുകയാണ് ആ കുട്ടിയുടെ ആ സംസാരം കേട്ടിട്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്